ഇതാണ് അർജുൻ്റെ വാഹനത്തിൻ്റെ ആ ക്യാബിൻ മുഴുവനായും പൊളിച്ച് നീക്കിയിരിക്കുന്നു. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ വൈകാരികമായ അഭിജിത്താണ് അതിൻ്റെ സഹോദരൻ്റെ ഓരോ വസ്തുക്കളും ഇത്തരത്തിൽ തിരിയുന്നത്. ആ കളിപ്പാട്ടം, ആ കുഞ്ഞു മോന് വാങ്ങിയ കളിപ്പാട്ടം, അതൊക്കെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അർജുന് ആ ലോറി അത് തിരികെ നൽകിയിരിക്കുന്നു. നമുക്ക് കാണാം ആ ദൃശ്യം. ആ ബാഗിലേക്ക് ഉള്ള ആ അർജുൻ്റെ എല്ലാ വസ്തുക്കളും. ഇപ്പോൾ 2 മൊബൈൽ ഫോൺ, അതായത് 3:30 പുലർച്ചെ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ വീട്ടിലേക്ക് വിളിച്ച ആ ഫോൺ, അതിനൊപ്പം മറ്റൊരു ഫോണും ഇവിടുന്ന് ലഭിച്ചു. 2 ഫോണുകൾ. ആ കളിപ്പാട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതാണ് നമ്മൾ തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്ത ലോറിയുടെ ഗ്ലാസിന് തൊട്ട് മുൻപിലായി ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ആ കളിപ്പാട്ടം. അത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അത് അർജുൻ്റെ ലോറി തിരിച്ചു നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും ഓരോ വസ്തുക്കളും കൂടുതൽ വസ്തുക്കളുണ്ടോ എന്ന് നോക്കുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ലോറി, അർജുൻ സ്നേഹിക്കുന്ന അർജുൻ്റെ മകന് വേണ്ടി ഒരു ലോറി, അതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. ഏതായാലും അഭിജിത്തും ജിത്തിനും ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അർജുൻ്റെ ഓർമ്മകൾ അത് ബാക്കിയാക്കുന്ന വസ്തുക്കളാണ്. അതെല്ലാം കണ്ണാടിക്കല്ല് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഓരോ വസ്തുവും ക്യാബിൻ മുഴുവൻ തുറന്ന് ഇത്തരത്തിൽ നമുക്കിനി ദൃശ്യങ്ങളിൽ അർജുൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ഭക്ഷണം ഉണ്ടാക്കാനാണ്. അതിനുള്ള പാത്രങ്ങൾ തൻ്റെ സഹപ്രവർത്തകർക്ക്, മറ്റ് ലോറി ഡ്രൈവേഴ്സ്, മറ്റവർക്കുമെല്ലാം ഇത്തരത്തിൽ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അർജുൻ. ആ അർജുൻ്റെ പാത്രങ്ങളാണ് ഈ കാണുന്നത്. അതിൽ ഈ ക്യാബിനകത്ത് തന്നെ അതിന് ലഭിച്ചു. എന്തായാലും അർജുന് ആ ലോറി തൻ്റെ പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം തിരിച്ചു നൽകിയെന്നതാണ് ഈ ദൃശ്യങ്ങൾ അത് പറയുന്നത്. ആ ക്യാബിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണാം. അതെല്ലാം പൂർണ്ണമായും ഇപ്പോൾ വേർപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാം പുറത്ത് എത്തിച്ചിരിക്കുന്നു. ആ അർജുൻ്റെ എല്ലാ വസ്തുക്കളും ഇത്തരത്തിൽ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഒരു അസ്ഥിയാണ് ലഭിച്ചത്. ഇനി മറ്റ് നടപടിക്രമങ്ങൾ, അതായത് മറ്റ് നടപടിക്രമങ്ങൾ ഇതാണ്. ഇനി DNA പരിശോധനാ ഫലം ലഭിച്ചാൽ നാളെ വൈകിട്ടോടുകൂടി അത്തരത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നാളത്തേക്ക് പരിശോധനാ ഫലം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ രാവിലെയോടുകൂടി മൃതദേഹം കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കും. കർണാടക സർക്കാരിൻ്റെ ചെലവിലായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. മുഴുവൻ ചെലവും കർണാടക സർക്കാർ വഹിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം കർണാടക പോലീസും കണ്ണാടിക്കലിലെ വീട് വരെ അനുഗമിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അർഹിക്കുന്ന ആ യാത്രയപ്പ് അത് തന്നെയാണ് ഈ അർജുന് കർണാടക സർക്കാർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ പല ആൾക്കാരും, കർണാടകത്തിൽ നിന്നുള്ള പല പ്രമുഖരും അവിടെ എത്തും. സതീഷ് സേൽ MLA എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള വൈകാരികമായ ഒരു രംഗങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ശിരൂർ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ DNA പരിശോധനാ ഫലം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ നിന്നും പോകാൻ യാത്ര പുറപ്പെടാൻ പറ്റും. ആംബുലൻസിൽ പോലീസ്, കർണാടക പോലീസ് ആംബുലൻസ് അനുഗമിക്കും. അത്തരത്തിൽ മറ്റന്നാൾ രാവിലെയോടുകൂടി കണ്ണാടിക്കലിലെത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാർവാറിലുള്ള ജില്ലാ ആശുപത്രി മോർച്ചറിലാണ് അർജുൻ്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ലോറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു അസ്ഥിയും ലഭിച്ചിട്ടുണ്ട്. അർജുന് ഉപയോഗിച്ച വസ്തുക്കളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ലോറി പൂർണ്ണമായും പുറത്തേക്കെടുത്ത് ക്യാബിൻ പൂർണ്ണമായും പൊളിച്ചു മാറ്റി. അതിനകത്തൊക്കെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനി അർജുനെ DNA പരിശോധനാ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. KV ബൈജു, News 18 ശിരൂർ.